പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ജാനകിയെക്കുറിച്ചാണ്. അരുന്ധതി, അനസൂയ, സാവിത്രി, ജാനകി, സീതാദേവി. രാമായണത്തിൽ രാമനും സീതയും. ഭാരതത്തിലെ ഓരോ മണൽത്തരികൾക്ക് പോലും പരിചിതമാണ് സീതാദേവിയെ. സീത എന്ന പേര് വന്നത് സിത എന്ന വാക്കിൻ്റെ അർത്ഥം ഉഴവുചാൽ. ഉഴവുചാലിൽ നിന്നും ജനക മഹാരാജാവിന് ലഭിച്ച ഭൂമിദേവിയുടെ പുത്രിയാണ് സീത. ജനകന്റെ പുത്രിയായതുകൊണ്ട് അവളെ ജാനകി എന്നും വിളിച്ചു. സദ്ഗുണസമ്പന്നയായി വളർന്ന സീത തൻ്റെ മകൾക്ക് വിവാഹപ്രായമായപ്പോൾ രാജാവ് ഒരു പരീക്ഷണം വച്ചു. ശൈവചാപം കുലച്ച് പൊട്ടിക്കുന്നവനാരോ അവനാണ് ഞാൻ എൻ്റെ മകളെ നൽകുക. അനേകം രാജാക്കന്മാർ പരിശ്രമിച്ചു നോക്കി. ഈ സമയത്താണ് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരുമായിട്ട് വൈദേഹത്തിലേക്ക് വരുന്നത്. വൈദേഹത്തിലെ രാജകുമാരി ആയതുകൊണ്ട് സീതയ്ക്ക് വൈദേഹി എന്നും പേരുണ്ട്. അവിടെ രാമൻ വരുന്നു. അനായാസേന ശൈവചാപം എടുക്കുന്നു, അത് കുലച്ച് പൊട്ടിക്കുന്നു. അങ്ങനെ സീത രാമനെ വിവാഹം കഴിക്കുന്നു. സീതയുടെ സഹോദരിമാരായ ഊർമിളയെ ലക്ഷ്മണനും, മാണ്ഡവിയെ ഭരതനും, ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം ചെയ്തു. ദശരഥ മഹാരാജാവിൻ്റെ 4 മക്കൾ ജനക മഹാരാജാവിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരേ ദിവസം കല്യാണം കഴിച്ചു. സീതാദേവി അയോധ്യയിലെത്തപ്പെടുന്നു. ശ്രീരാമന്റെ പത്നിയായി, ജ്യേഷ്ഠ സഹോദരിയായി, എല്ലാവരുടെയും ആദരവും സ്നേഹവും പിടിച്ചുപറ്റിക്കൊണ്ട് അങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് തൻ്റെ ഭർത്താവ് നാളെ യുവരാജാവാകാൻ പോകുന്നു. ദശരഥ മഹാരാജാവ് രാമനെ യുവരാജാവായി വാഴിക്കുവാൻ തീരുമാനിക്കുകയാണ്. അതിലേറെ സന്തോഷിച്ചിരുന്നു കൈകേയി. മഹാരാജാവിന് 3 ഭാര്യമാരാണ്: കൗസല്യ, കൈകേയി, സുമിത്ര. കൗസല്യയുടെ മകനാണ് രാമൻ, കൈകേയിയുടെ മകനാണ് ഭരതൻ. സുമിത്രയ്ക്ക് 2 മക്കളാണ്, ലക്ഷ്മണനും ശത്രുഘ്നനും. കൈകേയി ഏറെ സന്തോഷിച്ചു. ഈ സമയത്ത് മന്ധര വരികയാണ്. മന്ധരയുടെ പ്രേരണ കൊണ്ട് തൻ്റെ മകൻ ഭരതനെ രാജാവാക്കണമെന്നും രാമനോട് 14 വർഷം കാട്ടിൽ പോകണമെന്നും ആവശ്യപ്പെടുന്നു. രാജാവ് വാക്കുപാലിക്കാൻ വേണ്ടി രാമനോട് 14 കൊല്ലം കാട്ടിലേക്ക് പോകുവാൻ പറയുന്നു. പിതാവിൻ്റെ വാക്ക് സത്യമായി തീരുവാൻ വേണ്ടി സന്തോഷത്തോടുകൂടി കാനനത്തെ തിരഞ്ഞെടുക്കുകയാണ് രാമൻ. ഈ സമയത്ത് രാമനോടൊപ്പം സീതയും കാട്ടിലേക്ക് പോകുന്നു. സീതയോട് രാമൻ പറയുന്ന അതിവൈകാരികമായ ഒരു രംഗമുണ്ട്. സീതേ, നീ വൈദേഹത്തിലെ രാജകുമാരിയാണ്, ജനക മഹാരാജാവിൻ്റെ പുത്രിയായ ജാനകിയാണ് നീ. കാട് രാജകുമാരിമാർക്ക് ചേർന്നതല്ല. കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ഗുഹകളിൽ താമസിക്കേണ്ടി വരുന്ന, അരുവിയിലെ വെള്ളം കുടിക്കേണ്ട, കാട്ടുകനികൾ ഭക്ഷിക്കേണ്ട, അതൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്. അതുകൊണ്ട് നിനക്കവിടെ സുഖമായിരിക്കില്ല. നീ വരേണ്ടതില്ല, എന്നോട് കാട്ടിൽ പോകുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 14 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ സമയത്ത് സീത പറയുന്ന ഒരു വാക്കുണ്ട്: രാമൻ എവിടെയാണോ അവിടെയാണ് എനിക്കെൻ്റെ അയോധ്യ. എൻ്റെ ഭർത്താവ് എവിടെയാണോ അവിടെയാണ് എനിക്ക് സ്വർഗം എന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരും പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിച്ചു. എങ്കിലും സീതാദേവി രാമനോടൊപ്പം കാട്ടിലേക്ക് പോകുന്നു. കാനനത്തെ സ്വന്തം വീടായി കണ്ടുകൊണ്ട് അവർ അവിടെ താമസിച്ചു തുടങ്ങുന്നു. വർഷങ്ങൾ കഴിഞ്ഞു പോകുകയാണ്. 12ാമത്തെ വർഷം കഴിഞ്ഞ് 13ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. രാമനെ കണ്ട് മോഹിച്ചു പോയ രാവണന്റെ സഹോദരി ശൂർപ്പണഖ രാമനോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നു. രാമൻ വളരെ സ്നേഹപൂർവ്വം പറയുന്നു: ഭവതി എൻ്റെ ഭാര്യയാണ് ഈ നിൽക്കുന്ന സീത. ഞാൻ ഏകപത്നി വ്രതനാണ്. എനിക്ക് ഏകബാണം
ഏകവാണി ഏകപത്നിയാണ്. എന്നാൽ എൻ്റെ സഹോദരനാണ് ഈ ലക്ഷ്മണൻ. ലക്ഷ്മണനോട് ചോദിക്കൂ, അവൻ നിങ്ങളെ വിവാഹം ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. ശൂർപ്പണഖ ലക്ഷ്മണൻ അരികിലെത്തുന്നു. ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ കാട്ടിലേക്ക് വന്നത് എൻ്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തിയമ്മയെയും പരിചരിക്കുവാനും സംരക്ഷിക്കുവാനും വേണ്ടിയാണ്. മാത്രമല്ല, എൻ്റെ ഭാര്യ ഊർമിള അവിടെ കൊട്ടാരത്തിൽ എന്നെ കാത്തിരിക്കുകയാണ്. 14 വർഷം കഴിഞ്ഞിട്ടേ അവൾക്ക് എന്നെ കാണുവാൻ കഴിയുള്ളൂ. ഈ സമയത്ത് മാറി മാറി പ്രണയ അഭ്യർത്ഥന നടത്തുകയും ഇവർ രണ്ടുപേരും അതിന് തയ്യാറല്ലെന്ന് അറിയിക്കുകയും ചെയ്തപ്പോൾ ക്രോധയായി തീർന്ന ശൂർപ്പണഖ, സീത ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നീ എന്നെ കല്യാണം കഴിക്കാത്തതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സീതയെ കൊല്ലുവാൻ വേണ്ടി ആ രാക്ഷസി പാഞ്ഞെടുത്തപ്പോൾ ലക്ഷ്മണ എന്ന് വിളിക്കുകയാണ് രാമൻ. കേട്ടതും വാള് ഊരിയെടുത്ത് ലക്ഷ്മണൻ സീതക്കരികിലേക്ക് പാഞ്ഞെടുത്ത രാക്ഷസിയെ ആഞ്ഞു വെട്ടുന്നു. അവളുടെ കാതും മൂക്കിന്റെ അഗ്രഭാഗവും മുറിഞ്ഞു പോകുന്നു. ഈ ചോരയും ഒലിപ്പിച്ചവൾ രാവണനരികിലെത്തുന്നു. രാവണനോട് പറയുന്നു, എന്നെ ഇങ്ങനെ ഒരു യുവാവ് എൻ്റെ മൂക്കും കാതും എരിഞ്ഞു കളഞ്ഞു. രാവണൻ അത് കേട്ട ഭാവം നടിക്കുന്നില്ല. ഈ സമയത്ത് സ്ത്രീലമ്പടനായ രാവണനോട് പറയുകയാണ് ശൂർപ്പണഖ, ലോകത്തിൽ ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ലോകത്തിന്റെ സൗന്ദര്യത്തെ മുഴുവൻ കൂട്ടിവെച്ചാൽ പോലും അത്ര സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ എൻ്റെ ജ്യേഷ്ഠനായ രാവണ അങ്ങും കണ്ടിരിക്കില്ല. ആ സ്ത്രീയെ അങ്ങേക്ക് സമർപ്പിക്കുവാൻ വേണ്ടി ലങ്കയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പരിശ്രമിച്ചത്. ഈ സമയത്താണ് എൻ്റെ മൂക്കും കാതും ചെത്തിക്കളഞ്ഞത്. സീതാദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വർണ്ണന കേട്ടുകഴിഞ്ഞ ആ കാമഭ്രാന്തൻ സീതയെ സ്വന്തമാക്കുക എന്ന ആഗ്രഹത്തോടുകൂടി മാരീചനെ മാനിന്റെ വേഷത്തിൽ അയക്കുകയും മാരീചൻ മാനിന്റെ വേഷത്തിൽ വന്നപ്പോൾ ആ സ്വർണ്ണമാനിനോട് സീതയ്ക്ക് കമ്പം തോന്നുകയും അതിനെ തനിക്ക് പിടിച്ചു തരണമെന്ന് രാമനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. രാമനെയും കൊണ്ട് ആ മാൻ ദൂരെ ദൂരെ പോയ സമയത്ത് ഒടുവിൽ രാക്ഷസനാണെന്ന് തിരിച്ചറിഞ്ഞ രാമൻ അമ്പെയ്ത് മാരീചനെ കൊല്ലുന്നു. മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ആ അസുരൻ മായാവി വിളിച്ചു പറയുന്നു രാമന്റെ ശബ്ദത്തിൽ, സീതയെ ലക്ഷ്മണ എന്നെ രക്ഷിക്കൂ എന്ന്. ഈ വാക്ക് കേട്ടപ്പോ സീതയുടെ മനസ്സിൽ ചാപല്യമുണ്ടാവുകയും തൻ്റെ ഭർത്താവ് അപായപ്പെടുവാൻ പോവുകയാണ് എന്നും ആയതുകൊണ്ട് ലക്ഷ്മണ ഓടിച്ചെന്ന് അദ്ദേഹത്തെ രക്ഷിക്കൂ എന്നും സീത ലക്ഷ്മണനോട് പറയുന്നു. ഈ സമയത്ത് ലക്ഷ്മണൻ പറയുകയാണ്, ലോകത്തിലെ ഒരു ശക്തിക്കും രാമനെ തൊടുവാൻ സാധ്യമല്ല ജ്യേഷ്ഠത്തി അമ്മേ. രാമൻ ആരെന്നറിയണം എന്ന് കൃത്യമായിട്ട് രാമനെ വിലയിരുത്തിയാണ് ലക്ഷ്മണൻ ചെയ്യുന്നത്. വീണ്ടും ചപലഹൃദയായി തീർന്ന സീത കയർത്ത് സംസാരിക്കുകയാണ്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളെ പറയുകയാണ് ലക്ഷ്മണനോട്. ഹേ ദുഷ്ട, എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് എന്നെ കൈക്കലാക്കുവാൻ വേണ്ടിയിട്ടാണ് നീ ഞങ്ങൾക്കൊപ്പം കാട്ടിലേക്ക് വന്നത് എന്ന ക്രൂരമായ വാക്കുകൾ സീതയുടെ വായിൽ നിന്നും വീണു. ഇത് സഹിക്കാൻ പറ്റാതെ 2 ചെവികളും പൊത്തിപ്പിടിക്കുകയാണ് ലക്ഷ്മണൻ. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ലക്ഷ്മണൻ സീത രാമനെ അന്വേഷിച്ചുകൊണ്ട് സീതയെ ആ കാനന മധ്യത്തിലെ ആശ്രമത്തിൽ തനിച്ചാക്കി പോകുന്നു. ഈ സമയത്ത് രാവണൻ വരുന്നു, സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ സീത ലങ്കയിലെത്തുന്നു. സീതയെയും കൊണ്ട് രാവണൻ ലങ്കയിലെത്തുകയാണ്. സീതാദേവിയെ അശോകവൃക്ഷ ചുവട്ടിൽ രാക്ഷസിമാരുടെ കാവലിൽ നിർത്തുകയാണ്. രാവണന് ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. വേദവതി എന്ന സ്ത്രീയുടെ ശാപം. സമ്മതമില്ലാതെ ഏതെങ്കിലും സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിച്ചാൽ ആ നിമിഷം രാവണൻ മരിച്ചു പോകും എന്ന്. അല്ലാതെ രാവണൻ മഹാനായതുകൊണ്ടല്ല സീതയെ ഉപദ്രവിക്കാതിരുന്നത് എന്ന് മനസ്സിലാക്കുക. സീതാദേവിക്ക് പ്രലോഭനങ്ങളായിരുന്നു പിന്നീടുണ്ടായത്. ഏതെല്ലാം തരത്തിലുള്ള പ്രലോഭനങ്ങൾ! ഇന്ദ്രനെ തോൽപ്പിച്ചവൻ, ലോകത്തെ മുഴുവൻ ജയിക്കാൻ കഴിയുന്നവൻ, സ്വർണം കൊണ്ട് അലങ്കൃതമായ ലങ്കയുടെ അധിപൻ, ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരു പ്രലോഭനങ്ങളിലും സീതാദേവി വീഴുന്നില്ലെന്നു മാത്രമല്ല, അതികഠിനമായ വാക്കുകൾ തിരിച്ച് രാവണനോട് പറയുന്നു. രാവണ, ഭർത്താവില്ലാത്ത സമയം നോക്കിയിട്ട് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോരുന്നതാണ് നിന്റെ ആണത്വമെങ്കിൽ അത് ഭാരതത്തിൽ ചേർന്നതല്ല. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയെക്കുറിച്ച് നീ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാമായണത്തിൽ അതിഗംഭീരമായ
സംഭാഷണങ്ങൾ നടക്കുകയാണ് രാവണനും സീതയും തമ്മിലൊക്കെ. ഇതിനൊടുവിലാണ് സീതയ്ക്ക് അവസാന സമയം നൽകുകയാണ് ചെയ്യുന്നത്. 2 മാസത്തിനുള്ളിൽ എന്നെ വരിക്കുവാൻ നീ തയ്യാറായില്ലെങ്കിൽ നിന്നെ തുണ്ടം തുണ്ടമാക്കി ഈ രാക്ഷസികൾക്ക് ഇട്ടുകൊടുക്കുമെന്നായിരുന്നു. അതിനിടയിലേക്കാണ് ഹനുമാൻ ദൂതുമായി വരുന്നതും സീതാദേവിയെ കണ്ടെത്തുന്നതും മുദ്രമോതിരം കൈമാറുന്നതും ഹനുമാൻ ലങ്കയെ ചുട്ടുചാമ്പലാക്കിയിട്ട് തിരിച്ച് കടൽ ചാടിയിട്ട് രാമനരികിലേക്ക് എത്തുകയും രാമൻ വാനര സൈന്യത്തോടുകൂടി ലങ്കയിലേക്ക് പാലം കെട്ടി പ്രവേശിക്കുകയും ചെയ്യുന്നു. അവിടെ രാവണനെ നിഗ്രഹിച്ച് സീതാദേവിയെ വീണ്ടെടുക്കുകയാണ്. ഇങ്ങനെ വീണ്ടെടുക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവം സീതയുടെ ജീവിതത്തിലെ വളരെ നിർണായകമായിരുന്നു. ലോകം മുഴുവൻ സാക്ഷിയായി നിൽക്കുകയാണ് സീതയും രാമനും പരസ്പരം കാണുന്ന ആ രംഗത്തിനു വേണ്ടി. ഈ സമയത്ത് രാമൻ സീതയോട് പറയുന്നു, ഈ കൂട്ടത്തിൽ ആര് നിന്നെ സ്വീകരിച്ചാലും ഞാൻ നിന്നെ സ്വീകരിക്കില്ല എന്ന്. ലോകത്തിന് മുന്നിൽ അപമാനിതയായ സീത അഗ്നിയിലൂടെ നടക്കുകയും ഈ അഗ്നിശുദ്ധി വരുത്തിയതിനു ശേഷം സീതയെ രാമൻ സ്വീകരിക്കുന്നു. ഈ സമയത്ത് സീതയോട് രാമൻ പറയുന്നുണ്ട്, സീതയെ, നിന്റെ പരിശുദ്ധി എത്രത്തോളമുണ്ട് എന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. പക്ഷേ ഞാൻ രാജാവാണ്. രാജാവിൻ്റെ ഭാര്യ സമസ്ത ലോകത്തിനും സംശയങ്ങൾക്ക് അതീതമായിട്ട് ഉള്ളവളായിരിക്കണം. രാവണൻ എന്ന് പറയുന്ന സ്ത്രീലമ്പടന്റെ കൊട്ടാരത്തിൽ 1 വർഷക്കാലത്തോളം താമസിച്ചവളാണ് നീ. അങ്ങനെയുള്ള നീ അഗ്നിശുദ്ധി നിന്റെ ചാരിത്രത്തിനു വേണ്ടി തെളിയിച്ചത് കൊണ്ട് നീ സംശയത്തിന് അതീതമാണ്. മറിച്ച് ഞാൻ നിന്നെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ആളുകൾക്ക് എവിടെയും എന്തും പറയാം, നമുക്ക് നാക്കിനെ കെട്ടിയിടാൻ പറ്റില്ല എന്ന് രാമൻ പറയുന്നുണ്ട്. പക്ഷേ സീതയുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊടിയ അപമാനം ഉണ്ടാകുവാനുള്ളൊരു കാരണം കർമ്മഫല സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാട്ടിൽ വെച്ച് ലക്ഷ്മണനോട് പറയുന്ന വാക്കുകൾ വളരെ ക്രൂരമായിരുന്നു. തൻ്റെ ഭാര്യയായ ഊർമിളയെ കൊട്ടാരത്തിലാക്കി 14 കൊല്ലം ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തിയമ്മയെയും സേവിക്കുവാൻ വേണ്ടി കാട്ടിലേക്ക് വന്ന ലക്ഷ്മണനോട് സീത പറഞ്ഞ വാക്കുകൾ അതിക്രൂരമായിരുന്നു. അപമാനത്തിന് തിരിച്ച് അതേ രീതിയിലുള്ള അപമാനം കർമ്മഫലത്തിലൂടെ സീതയ്ക്കും ലഭിച്ചു എന്ന് മനസ്സിലാക്കണം. തുടർന്ന് അയോധ്യയിലേക്ക് വരികയാണ്. അയോധ്യയിൽ രാമൻ രാജാവായി വാഴുന്നു. ഇതിനിടയിലാണ് ഒരലക്കുകാരൻ സീതാദേവിയുടെ ചാരിത്രശുദ്ധിയെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുകയും അപവാദം പറയുകയും ചെയ്യുന്നത്. ഈ സമയത്ത് ഈ വാർത്ത ദൂതന്മാർ മുഖാന്തരം ശ്രീരാമചന്ദ്രന്റെ ചെവിയിലെത്തുന്നു. അവിടെയാണ് സീതാദേവിയെ കാട്ടിലേക്ക് അയക്കുന്നത് ശ്രീരാമൻ. കാരണം അയോധ്യയിൽ സീതാദേവിയെ അഗ്നിപരീക്ഷ നടത്തിയതിനെ കുറിച്ച് അറിയില്ല. അയോധ്യാവാസികൾ ആരും സാക്ഷിയായിരുന്നില്ല. അയോധ്യയിലെ പൗരന്മാർക്ക് രാജാവിൻ്റെ ഭാര്യയിൽ സംശയമുണ്ട് എങ്കിൽ ഒരു രാജാവ് ഏറ്റവും നികൃഷ്ടനായ ഒരു പ്രജയുടെ അഭിപ്രായത്തിന് പോലും വില കൽപ്പിക്കുന്നവനായിരിക്കണം. അതുകൊണ്ട് സീതാദേവിയെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലാക്കുന്നു. ഇതെല്ലാം തന്നെ വളരെ വിസ്തരിച്ചിട്ട് നാം രാമായണ ക്ലാസ്സിൽ അവതരിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കുക. കാട്ടിൽ വെച്ച് സീതാദേവി ഇരട്ട മക്കൾക്ക് ലവകുശന്മാർക്ക് ജന്മം നൽകുകയും ആ ജന്മം നൽകി കുട്ടികളെ യഥാവിധി വാൽമീകി മഹർഷി വളർത്തുകയും അവർ രാമായണം പൂർണ്ണമായും പഠിക്കുകയും രാമായണ കഥയുമായി ലോകം മുഴുവൻ സഞ്ചരിക്കുകയും അങ്ങനെ അവർ അയോധ്യയിലെത്തി രാമന്റെ മുന്നിൽ നിന്ന് മക്കൾ പാട്ടുപാടുമ്പോൾ രാമന് ഇത് തൻ്റെ മക്കളാണെന്നോ ഇത് ഞങ്ങളുടെ അച്ഛനാണെന്ന് മക്കൾക്കോ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ഒടുവിൽ രാമന്റെ അശ്വമേധയാഗത്തിൽ രാമന്റെ അശ്വത്തെ കുതിരയെ മക്കൾ കാട്ടിൽ വെച്ച് പിടിച്ചു കെട്ടുകയും തുടർന്ന് രാമനും മക്കളും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ സീതാദേവി ഓടി വരികയും ഇതാണ് മക്കളെ നിങ്ങളുടെ അച്ഛനെന്ന് അവിടെ വെച്ച് സാക്ഷ്യപ്പെടുത്തുകയും മക്കളും അച്ഛനും ഒന്നായിത്തീരുമ്പോൾ തിരിച്ച് അയോധ്യയിലേക്ക് വരുവാനുള്ള രാമന്റെയും പരിവാരങ്ങളുടെയും ക്ഷണത്തെ നിരസിച്ചുകൊണ്ട് തൻ്റെ അമ്മയായ ഭൂമിദേവിയെ പ്രാർത്ഥിക്കുന്നു. ഭൂമിദേവി പ്രത്യക്ഷപ്പെട്ട് ഭൂമിദേവിയുടെ മടിയിലിരുന്നു കൊണ്ട് സീത തിരിച്ചു പോവുകയാണ്. ആത്മാഭിമാനത്തിൻ്റെയും ചാരിത്രശുദ്ധിയുടെയും നിഷ്ഠയുടെയും കഠിന തപസ്സിൻ്റെയും പ്രതീകമായിട്ട് എക്കാലവും തിളങ്ങി നിൽക്കുന്ന സ്ത്രീരത്നമാണ് സീത അഥവാ ജാനകി എന്നറിയുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.